ഹരി ഓം. ദശകം 67 ഗോപീഗർഭ പ്രശമനം. ഭഗവാൻ മറഞ്ഞ് ഗോപികളെ ദുഃഖിപ്പിച്ചതും വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അധികം സുഖിപ്പിച്ചതും. അപ്പോൾ ഈ ഭഗവാന്റെ അടുക്കൽ ക്രീഡിച്ചതായിട്ടുള്ള ഗോപിമാർക്ക് അഹങ്കാരം ഉണ്ടാകുകയാണ്. ഓരോ ഗോപിയും വേറെ ആരെയും കാണുന്നില്ല, തന്നെയും ആ കൃഷ്ണനെയും മാത്രം കാണുന്നു. കൃഷ്ണൻ എൻ്റെ കൂടെയാണ് എന്ന് ഓരോ ഗോപിയും വിചാരിച്ചു. മഹാന്തം മതം, ആ വലുതായ അഹങ്കാരം, അവർക്കെല്ലാം കിട്ടിയ ആനന്ദം ആ കൃഷ്ണൻ്റെ അടുക്കൽ നിന്ന് കിട്ടിയതാണ് എന്ന് വിചാരിച്ചിട്ട് അവർ സന്തോഷിക്കുകയാണ് വേണ്ടത്. മറിച്ച് അഹങ്കാരമാണ് അവർക്കുണ്ടായത്. അതും ഭഗവാന്റെ നിശ്ചയം തന്നെ ആയിരിക്കണം. അപ്പോൾ ആ അഹങ്കാരത്തെ കൂടി അവസാനിപ്പിക്കണം. അതാണ് ഭഗവാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അഹന്തയും മമതയും നമ്മളെ നശിപ്പിക്കുന്നതാണ്. ഒരു കർമ്മത്തിലും ഞാനാണ് ചെയ്യുന്നത് എന്നും ആ കർമ്മം ചെയ്തതുകൊണ്ട് നേടിയതെല്ലാം എൻ്റേതാണെന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. എന്തൊക്കെ നമ്മൾ നേടിയോ അതെല്ലാം ഭഗവാന്റേതാണ്. ഈ ശരീരം തന്നെ ഭഗവാന്റെയാണ്. അപ്പോൾ ഭഗവാന്റെ ശരീരമായത് കാരണം തന്നെ നമ്മളത് നന്നായിട്ട് സൂക്ഷിക്കുകയും വേണം. അപ്പോൾ ഭഗവാന്റെ ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളാണ് ചെയ്യുന്നത് എന്നുള്ള അഹങ്കാരം നമുക്ക് പാടില്ല എന്നർത്ഥം. എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത്, ഭഗവാനാണ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം. ശ്ലോകം 1. സ്ഫുരത്പരാനന്ദരസാത്മകേന ത്വയാ സമാസാദിത ഭോഗലീലാഃ അസീമമാനന്ദഭരം പ്രപന്നാ മഹാന്തമാപൂർമതമംബുജാക്ഷ്യഃ. സ്ഫുരത് പര ആനന്ദ രസ ആത്മകേന. സ്ഫുരത് പരാനന്ദരസാത്മകേന. സ്ഫുരത് പര ആനന്ദ. സ്ഫുരത് പരാനന്ദ രസ ആത്മകേന. രസാത്മകേന. ത്വയാ സമാസാദിത ഭോഗലീലാഃ. ത്വയാ സമാസാദിത ഭോഗലീലാഃ അസീമം ആനന്ദഭരം. അസീമമാനന്ദഭരം പ്രപന്നാഃ മഹാന്തം ആപുഃ മദം അംബുജ അക്ഷ്യഃ. മഹാന്തം ആപുഃ. മഹാന്തമാപുഃ. മദം അംബുജ അക്ഷ്യഃ. മദമംബുജാക്ഷ്യഃ. മദാന്തമാപുർമദമംബുജാക്ഷ്യഃ. മദാന്തമാപുർമദമംബുജാക്ഷ്യഃ. സ്ഫുരത് പരാനന്ദരസാത്മകേന ത്വയാ സമാസാദിത ഭോഗലീലാഃ അസീമമാനന്ദഭരം പ്രപന്നാ മഹാന്തമാപുർമദമംബുജാക്ഷ്യഃ. ശ്ലോകം 1 അന്വയവും അർത്ഥവും. സ്ഫുരത് പരാനന്ദരസാത്മകേന ത്വയാ സമാസാദിത ഭോഗലീലാഃ അസീമം ആനന്ദഭരം പ്രപന്നാഃ അംബുജാക്ഷ്യഃ മഹാന്തം മദം ആപുഃ. സ്ഫുരത് പരാനന്ദരസാത്മകേന ത്വയാ. അപ്പോൾ ആ പരമാനന്ദാനുഭവ സ്വരൂപനായ നിന്തിരുവടിയോടുകൂടി. ഭഗവാൻ എങ്ങനെയുള്ളവനാണ്? പരമാനന്ദാനുഭവ സ്വരൂപനാണ്, എപ്പോഴും പ്രകാശിക്കുന്നവനാണ്. ആ പ്രകാശിക്കുന്ന ആ പരമാനന്ദ അനുഭവ സ്വരൂപനായിട്ടുള്ള ആ ഭഗവാനോട് കൂടിയിട്ട് സമാസാദിത ഭോഗലീലാഃ സുഖമായി ക്രീഡിക്കാൻ അവസരം ലഭിച്ചതിനാൽ. ആർക്കാണ് അതിനുള്ള അവസരം ലഭിച്ചത്? ആ ഗോപിമാർക്ക്. അപ്പോൾ ആ ഗോപിമാർക്ക് സുഖമായിട്ട് ഭഗവാനോട് ക്രീഡിക്കാൻ അവസരം ലഭിച്ചതിനാൽ അസീമമാനന്ദഭരം പ്രപന്നാഃ. അസീമം, ആ ഒരു അതിരില്ലാത്തതായിട്ടുള്ള പരമാനന്ദം പൂണ്ടു. ആ ഗോപസ്ത്രീകൾ ആ അതിരില്ലാത്ത പരമാനന്ദത്തെ പൂണ്ടു. അസീമമാനന്ദഭരം പ്രപന്നാഃ അംബുജാക്ഷ്യഃ. അംബുജാക്ഷ്യഃ, അംബുജത്തിൻ്റെ ആ കണ്ണുകളോട് കൂടിയവൾ എന്നുവെച്ചാൽ ആ സുന്ദരിമാർ, ആ ഗോപസ്ത്രീകൾ. അപ്പോൾ അതിരില്ലാത്ത പരമാനന്ദം പൂണ്ട ആ ഗോപസ്ത്രീകൾ മഹാന്തം മദമാപുഃ വലിയ അഹങ്കാരത്തെ പ്രാപിച്ചു. അപ്പോൾ ആ പരമാനന്ദ സ്വരൂപിയായ അങ്ങയാൽ നൽകപ്പെട്ട ആ കാമക്രീഡാരസത്തോടു കൂടിയവരായി
അതിരില്ലാത്ത ആനന്ദ അതിശയത്തെ പ്രാപിച്ച ഗോപികമാർ അഹങ്കാരമുള്ളവരായി തീർന്നു. സ്ഫുരത്പരാനന്ദരസാത്മകേന ത്വയാ സമാസാദിത ഭോഗലീലാഃ അസീമമാനന്ദഭരം പ്രപന്നാ മഹാന്തമാപോർമദമംബുജാക്ഷ്യഃ.